കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഛത്തീസ്ഗഡ് സർക്കാർ. ബജ്രംഗ് ദൾ വാദത്തെ കോടതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലിച്ചു. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നായിരുന്നു ബജ്രംഗ് ദൾ വാദം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ബജ്രംഗ് ദൾ വാദത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണോ ഛത്തീസ്ഗഡ് സർക്കാർ? മനുഷ്യ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്ന് നേരത്തെ BJP നേതാക്കൾ ഉൾപ്പെടെ ഒരു പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ നേരെ തിരിച്ചാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കുകയായിരുന്നുവെന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായും ഈ കേസ് പരിഗണിക്കാൻ സെഷൻ കോടതിക്ക് അധികാരമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയുമായിരുന്നു. പ്രധാനപ്പെട്ട 2 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമപ്രകാരം ഇത് പരിഗണിക്കേണ്ടത് മറ്റു കോടതികളാണ്. അതായത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളാണ്, NIA കോടതിയാണ് എന്നായിരുന്നു ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചത്. ബജ്രംഗ് ദൾ വാദത്തെ കോടതി പ്രോസിക്യൂഷൻ അനുകൂലിക്കുക കൂടിയായിരുന്നു. ജാമ്യാപേക്ഷയെ എതിർത്താൽ അല്ലെങ്കിൽ ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നായിരുന്നു ബജ്രംഗ് ദളിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. ഇത് പ്രോസിക്യൂഷൻ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഛത്തീസ്ഗഡിലുള്ള BJPയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നേരത്തെ മുഖ്യമന്ത്രിമാരുമായും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമായും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.